എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെക്കാളും വൈറലായി. ഞാൻ ഒന്നും വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഈ അഖിൽമാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരാണ് സുഹൃത്തുക്കളെ. വരുന്നവരും പോണവരും ഒക്കെ എങ്ങനെ അഖിലേട്ടനെ ഇട്ട് കൊട്ടുന്ന കാണുമ്പോ എങ്ങനെ സങ്കടം വരാതിരിക്കും? എങ്ങനെ നടന്ന മനുഷ്യനാണ് ഇയാൾ. ഇങ്ങനെ ഊക്ക് വണ്ടിയായി മാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതപ്പതാ അങ്ങ് കാനഡയിൽ നിന്ന് പോലും വമ്പ നൂക്കുകളാണ് അഖിലേട്ടന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും മുട്ട നൂക്കുകൾ കിട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ആദ്യം നമുക്ക് കാനഡയിലെ കഥ പറയാം. നമ്മുടെ ദിയ കൃഷ്ണയുടെ വലിയമ്മയുടെ ഒരു മോളുണ്ട്, അതായത് സിന്ധു കൃഷ്ണയുടെ ചേച്ചിയുടെ മോൾ. കുറെ പേർക്ക് ആൾ അറിയുന്നുണ്ടാകും. ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പേര് തൻവി എന്നാണ്, തൻവി സുധീർ ഘോഷ്. പണ്ട് ദിയാകൃഷ്ണയുടെ പ്രസവം വലിയ ചർച്ചയായിരുന്നല്ലോ. ഏകദേശം അതേ സമയത്ത് തന്നെ തൻവിയുടെ പ്രഗ്നൻസി ജേണിയും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു. അത് ചർച്ച ആയത് മറ്റൊന്നും കൊണ്ടല്ല, പ്രഗ്നന്റ് ആയ സമയത്ത് തൻവി കാനഡയിൽ ഒറ്റയ്ക്കായിരുന്നു. ആരും സഹായത്തിനില്ല, ഭർത്താവ് പോലും ഇല്ല. അങ്ങനെ ജോലിയും പഠനവും എല്ലാമായി പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രസവിച്ച് വെറും 10 ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്ക് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവായ യോജിൻ എബ്രഹാം പോലും തൻവിയെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡിവോഴ്സിന് വക്കിൽ വരെ എത്തിയതാണ്. പക്ഷെ പിന്നീട് മകന് വേണ്ടി അവർ വീണ്ടും ഒന്നിച്ചു. അങ്ങനെ തൻവി വീണ്ടും പ്രഗ്നന്റ് ആയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ പ്രസവിക്കുകയും ചെയ്തു. പ്രസവശേഷം തൻവി സോഷ്യൽ മീഡിയയിൽ ഒരു റീല് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ റീലാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. അഖിൽ മാരാർ പ്രസവത്തെ കുറിച്ച് ഒരു വിവാദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പ്രസവം വളരെ ഈസിയാണ്, പണ്ടത്തെ സ്ത്രീകൾ അത് എൻജോയ് ചെയ്തിരുന്നു, പ്രസവിച്ച ശേഷം നേരെ എണീറ്റ് പോയി അരിയാട്ടി നെയ്യപ്പം ചുട്ടിരുന്നു എന്നൊക്കെ മണ്ടന്മാരാറ് കാച്ചിരുന്നല്ലോ. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് തൻവി ഞാൻ നേരത്തെ പറഞ്ഞ റീലും പങ്കുവെക്കുന്നത്. ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. കണ്ടല്ലോ, ഇതാണ് ആ റീല്. പ്രത്യേകിച്ച് സംഭവമാക്കാനൊന്നും ഇല്ല, ഒരു നോർമൽ റീല് അത്രയേ ഉള്ളൂ. പക്ഷെ ഈ റീല് പോസ്റ്റ് ചെയ്ത ടൈമിംഗ് ആണ് ഹൈലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഖിൽ മാരാറുടെ ആ സ്റ്റേറ്റ്മെന്റ് വൈറലായ സമയമായിരുന്നത്. അങ്ങനെ ഈ റീല് കണ്ട് ചില വിരുദ്ധന്മാര് മാരാറുടെ ആ സ്റ്റേറ്റ്മെന്റിനെ ട്രോളിക്കൊണ്ട് ഈ റീലിന് താഴെ കമന്റ് ഇട്ടു. ഒന്നിനെണ്ണം ഞാൻ വായിച്ചുതരാം. ഇതാണ് അഖിൽ മാരാർ പറഞ്ഞ എൻജോയ്മെന്റ്, ഇതാണ് അഖിൽ മാരാർ സ്വപ്നം കണ്ട പ്രസവം. ഓക്കെ, അപ്പൊ ഈ കമന്റുകൾ കണ്ട് തൻവിക്കൊന്നും മനസ്സിലായില്ല. ആരാണ് ഈ അഖിൽ മാരാർ, എന്താണ് സംഭവം എന്നൊന്നും തൻവിക്ക് പിടികിട്ടിയില്ല. അഖിൽ മാരാറും തന്റെ റീലും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും തൻവിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ആരാണ് ഈ അഖിൽ മാരാർ എന്ന് പോലും തൻവിക്ക് അറിയില്ലായിരുന്നു. എല്ലാവരും എന്തിനാണ് തന്റെ റീലിന് തായി അങ്ങനെ അഖിൽ മാരാറുടെ പേരും വെച്ച് കമന്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് തൻവി കുറെ കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെ ആളിത് എന്താണ് സംഭവം എന്നൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അഖിലിന്റെ പ്രസവത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് തൻവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2 പ്രസവം കഴിഞ്ഞിരുന്ന ആളാണ് തൻവി. ഈ 2 പ്രസവത്തിലും അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് മാരാറുടെ പ്രസവത്തെ കുറിച്ചുള്ള കൊണച്ച വർത്തമാനം കേൾക്കുന്ന സമയത്ത് എന്താണ് തോന്നാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. മാരാറുടെ വർത്താനം കേട്ട് തൻവിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇയാൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂലല്ലോ. വർത്താനം കേട്ടതൊന്നും ഇയാൾ 4 പെറ്റിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇയാൾ ഇട്ട് ഊക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തൻവിക്ക് തോന്നി. അങ്ങനെ തൻവി എന്താക്കി, മാരാറെ ട്രോളിക്കൊണ്ടൊരു റീലും അങ്ങോട്ട് ഇറക്കി. ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. സംഭവം നൈസായില്ലേ. ഇതിനും വലിയ ഊക്ക് സ്വപ്നങ്ങളിൽ മാത്രം. മാരാറുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കും. ഇയാളെ പോലെ ഒരു ഊക്ക് വണ്ടി ദൈവമേ. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഊക്ക് വണ്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പർ ക്ലാസ് ഊക്ക് വണ്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. മാരാറുടെ വീടിന് പുറത്തൊരു ബോർഡ് തൂക്കിയാൽ നല്ല രസം ഉണ്ടാകും. ആ ബോർഡിൽ ഇങ്ങനെ എഴുതണം: ആധികാരികമായി മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കപ്പെടും. അതോടെ ആർക്കും മാരാറുടെ വീട് ഏതാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. ആ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും അകത്തുള്ളത് മാരാറാണെന്നുള്ളത്. എന്തായാലും തൻവിയുടെ ഈ റീൽ വൻ വൈറലായിട്ടോ. മില്യൺ കണക്കിന് വ്യൂസ് ആണ് വന്നത്. അത് പിന്നെ മണ്ടന്മാരുടെ പ്രസവത്തെ കുറിച്ചുള്ള ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീ ട്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൈറലായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പിന്നെ മാരാറുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം ആണല്ലോ. ഊക്ക് ഫ്ലൈറ്റ് ചാറ്റ് ചെയ്ത് വരെ വന്നാലും അത്ഭുതമില്ല. എന്തായാലും അങ്ങനെ മാരാറുടെ ട്രോൾ ചെയ്ത റീൽ വൈറൽ ആയതോടെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യവും മറ്റും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തൻവി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി കണ്ടുനോക്കാം. ഹായ് എവ്രിവൺ. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്ത ഒരു നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എൻജോയ്മെന്റ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മുടെ മാരാറ് കുട്ടികളെ കൊട്ടാണല്ലോ. എന്താണ് തൻവി ചേച്ചി, ഒന്ന് നിർത്തി കൊട്ടിക്കൂടെ? ഇങ്ങനെ കൊട്ടിയാലാ ചെണ്ട പൊളിഞ്ഞു പോകൂലേ? എന്തായാലും ഇനി കുറച്ച് കാലത്തേക്ക് എൻജോയ് എന്ന വാക്ക് മാരാറ് ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കി കണ്ടോക്കെ എന്തായാലും. അപ്പോൾ ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ മറ്റേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു, ഇതായിരിക്കും അഖിൽ മാരാർ പറഞ്ഞ സുഖപ്രസവം എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞേ, ഇയാളാരാ, ഇയാൾ എന്ത് ചെയ്യുക, ഇയാള് ഇത്ര ഫേമസ് ആയ അഖിൽമാരെ തൻവിക്ക് അറിയില്ലെന്നോ? ഞാനത് വിശ്വസിക്കൂല. എന്റെ അഖിലേട്ടൻ അറിയാത്ത മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. തൂണിലും തുരുമ്പിലും അഖിലേട്ടൻ ഉണ്ട്. അങ്ങ് ദൂരെ മിസിസിപ്പിയിൽ മീൻ പിടിക്കുന്ന മുക്കുവിന് വരെ അഖിലേട്ടൻ അറിയാം. എന്നിട്ട് മലയാളി ആയിട്ടുള്ള തൻവിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കൂല. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് തൻവി, അഖിലേട്ടൻ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ബാക്കി ഉണ്ടോ എന്തായാലും അതിനെ കുറിച്ച് എന്താ കമന്റ് സെക്ഷൻ മൊത്തം അതായിരുന്നു, വൈറൽ പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ മൊത്തം സോറി അത് പറയാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പുള്ളീനെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളീനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അയാൾ ചെയ്ത വീഡിയോ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തോന്നി എനിക്കങ്ങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഒരു ആണായിട്ട് ജനിച്ചിട്ട് ഒരു പെണ്ണിന്റെ ലൈഫ് എങ്ങനെയാ, ഒരു ഡെലിവറി എങ്ങനെയാ, ഇതൊന്നും അറിഞ്ഞൂടാത്ത ഒരാൾ. അങ്ങനെ നമ്മുടെ മാരാറേട്ടിനെ കൊച്ചാക്കാനൊന്നും നോക്കേണ്ടത് തന്നെ. തൻവിക്ക് മാരാറ് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. പെണ്ണിന്റെ ലൈഫിനെ കുറിച്ചും ഡെലിവറിയെ കുറിച്ചൊന്നും അറിയാൻ മാരാർക്ക് പെണ്ണായി ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണായി തന്നെ ജനിച്ചാൽ മതി. മാരാർക്ക് എല്ലാം അറിയാൻ പറ്റും. ഇത്രയും വിവരക്കേട് പറയുന്ന ഒരു മനുഷ്യൻ, വിവരമുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ തന്നെ ജനിച്ചിട്ടില്ല. ജനിച്ചത് കുറെ ലേറ്റ് ആയി പോയി. ഇല്ലെങ്കിൽ ഇവിടെ പല കണ്ടുപിടുത്തങ്ങളും മാരാറ് നടത്തിയേനെ. ഇതിപ്പോ മാരാറ് ജനിച്ചപ്പോഴേക്കും മെഡിസിന് ബൾബ് കണ്ടെത്തി, അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടെത്തി, അങ്ങനെ സകല സാധനങ്ങളും കുറെ ബുദ്ധിയില്ലാത്ത ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി. അതാണ് പ്രശ്നമായത്. ഈ തെണ്ടികൾ നമ്മൾ അഖിലേട്ടന് കണ്ടെത്താനൊന്നും ബാക്കി വെച്ചില്ല. ഇല്ലെങ്കിൽ നമ്മൾ അഖിലേട്ടൻ കാണിച്ചെന്നേനെ. എന്തുകൊണ്ടാ നമ്മൾ അഖിലേട്ടന്റെ ഒക്കെ സെറ്റപ്പ് എന്ന് അറിയോ? അഖിലേട്ടൻ മൂടല്ലേ, മുട്ടേഷ്, പവറല്ലേ, പവറേഷ്. പെണ്ണായി ജനിച്ചില്ലെങ്കിൽ എന്താ, പ്രസവിച്ചില്ലെങ്കിൽ എന്താ? എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയും പ്രസവം എൻജോയബിൾ ആക്കി തന്നില്ല നമ്മുടെ അഖിലേട്ടൻ. എല്ലാവരും എൻജോയ് ചെയ്താട്ടെ. ഇനി അടുത്തതായി അഖിലേട്ടൻ എൻജോയബിൾ ആക്കി തരാൻ പോകുന്നത് മരണത്തെയാണ്. പണ്ടൊക്കെ മനുഷ്യന്മാർ എത്ര എൻജോയ് ചെയ്തിട്ടാണ് മരിച്ചിരുന്നത് അല്ലെ? ഇപ്പൊ ഈ ഹോസ്പിറ്റലുകളൊക്കെ വന്നതോടെ മനുഷ്യന്മാരെ മര്യാദയ്ക്ക് മരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുമെന്നാണ് അഖിലേട്ടൻ പറയുന്നത്. എല്ലാവർക്കും നല്ലോണം എൻജോയ് ചെയ്ത് പെട്ടെന്ന് മരിക്കാനുള്ള സെറ്റപ്പ് അഖിലേട്ടൻ ഉണ്ടാക്കി തരും. ആരും പേടിക്കണ്ട. ബാക്കി ഉണ്ടോക്ക് എന്തായാലും അയാൾക്ക് കൊച്ചുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് അയാൾ പേഴ്സണലി ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കാര്യമല്ലായിരുന്നു, ഇപ്പോൾ കാര്യമാണ് എന്നൊക്കെ പറയണ കേൾക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുക. ആ ഒരു ടൈമാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ അങ്ങനെ ആരെയും താറ്റിയോ അങ്ങനെ ഒന്നും പറഞ്ഞ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ആ ടൈമിൽ അത് വല്ലാതെ ഒരു ഡിസ്കംഫർട്ടായിട്ട് തോന്നി. അപ്പോഴത്തേക്കാണ് ഞാൻ മറ്റേ ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയത്. മറ്റേ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നമുക്ക്. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകാൻ വേണ്ടി ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലേ? അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെക്കാളും വൈറലായി. ഞാൻ ഒന്നും വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതാണ് അഖിലേട്ടന്റെ പവർ. നമ്മൾ വൈറലാവാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഖിലേട്ടനെ കുറിച്ച് ചുമ്മാ 2 വാക്ക് പറഞ്ഞാൽ മാത്രം മതി, അത് വൈറലാവും. അഖിലേട്ടനെ കുറിച്ച് ഇപ്പൊ എന്ത് പറഞ്ഞാലും അത് വൈറലാണ്. അതാണ് അഖിലേട്ടന്റെ റീച്ച്. ആള് പവറേഷൻ. എന്തായാലും കേരളത്തിന്റെ ഔദ്യോഗിക ഊക്ക് വണ്ടിയായി. അധികം വൈകാതെ തന്നെ അഖിലേട്ടനെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. മെയ് 4 തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഉണ്ടോ എന്തായാലും ഞാൻ ആ കണ്ടന്റ് ചെയ്തത്, അതായത് പുള്ളി മറ്റേ ഒരുമാതിരി പ്രസവമൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ പറയുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി പോലും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഒരാൾ എല്ലാവരുടെയും പ്രഗ്നൻസി ഒരു വലിയ കാര്യമില്ല, പണ്ടൊക്കെ എളുപ്പമായിരുന്നു, ഇപ്പം നമ്മൾ പോയി അത് കഴിഞ്ഞിട്ട് അരി ഇടിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ന്യായമാണോ? എനിക്കത് കേട്ടപ്പോൾ എനിക്കതൊന്ന് ആക്കിയേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആക്കിയത്. പക്ഷേ അത് കുറേ പേർക്ക് റെഫറൻസ് മനസ്സിലാവുന്ന പ്രതീക്ഷയല്ല ഞാൻ ആ വീഡിയോ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ആ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 5.something million വ്യൂസ് ഒക്കെ. ഞാനാണെങ്കിൽ ദൈവമേ ഇനി അയാളെങ്ങാണ് എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പിന്നെ അയാൾ വായിക്കണമെങ്കിൽ ആയിക്കട്ടെ, എനിക്ക് ഒന്നുമില്ല, ഞാൻ ഉള്ളതൊന്നും പറയും. താൻ പറഞ്ഞത് തെറ്റാണ്. ഇപ്പോൾ പിന്നെ ഇവനെ പോലുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ തുറന്ന് പറയുക തന്നെ വേണം. എല്ലിന് നാവില്ലാത്തത് കൊണ്ട് എന്തും പറയാം, എവിടെയും പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു അഹങ്കാരം ഉണ്ട് ഇയാൾക്ക്. അതിങ്ങനെ ഇടയ്ക്കിടെ ആരെങ്കിലും ഒക്കെ മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഇയാൾ തൻവിക്ക് മെസ്സേജ് അയക്കാനൊന്നും പോകില്ല, ആ കാര്യത്തിൽ പേടിക്കണ്ട. അതിനുള്ള ഗർച്ചൊന്നും അയാൾക്കില്ല. ഇങ്ങനെ വളവളാന്ന് പറയാനില്ലാണ്ട് വേറൊന്നിനും കൊണ്ടില്ല. ന്യായീകരിക്കാൻ മാത്രം അറിയാം. ന്യായീകരണത്തിന് ബിരുദാനന്തര ബിരുദമൊക്കെ ഉണ്ട് ഇയാൾക്ക്, വേറൊന്നുമില്ല. എന്തായാലും ആരാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ ഊക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇയാൾ എന്തോ വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. മാരാർ എന്ത് പറഞ്ഞാലും അതൊരു വേദവാക്യമായി കണ്ടിരുന്ന കുറെ ഉണ്ട്. മാരാർ
പാൽപ്പായസമാണെന്ന് പറഞ്ഞ് ആട്ടുംകാട്ട് എടുത്ത് കൊടുത്താലും അതും വാരി ഒലിച്ച് നിന്ന് കുറെ എണ്ണം. അവർക്കൊക്കെ ഇപ്പൊ കുറച്ചെങ്കിലും ബോധം വെച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇനിയും ബോധം വെച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വെക്കാൻ പോടില്ല, അത് വേറെ കാര്യം. ഇനി നമുക്ക് അഖിലേട്ടന് സ്വന്തം പാർട്ടി ആയിട്ടുള്ള 2020 നിന്ന് കിട്ടിയ ഒരു മുട്ടൻ പണിയിലേക്ക് പോകാം. അഖിലേട്ടൻ ഊക്കിയത് മറ്റാരുമല്ല, ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പൂക്കിമോളായിട്ടുള്ള ആതിര നായരാണ്. ആതിര ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേട്ടോക്കാം. അഖിൽമാരാർ ഒരു വിഷയം ഉണ്ടായി. ഇപ്പം ഈ ഇടയ്ക്ക് അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടുണ്ട്, കണ്ടായിരുന്നു? സ്ത്രീകൾ ഗർഭം, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്ത്രീ എന്ന രീതിയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് അഖിലേട്ടനെ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം അത് അഖിലേട്ടൻ്റെ പ്രസംഗങ്ങൾ തന്നെയായിരുന്നു. അതായത് ഈ അഖിലേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് പൊതുവേ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴായിക്കോട്ടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ രീതിയിൽ അഖിലേട്ടൻ്റെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ എപ്പോഴും ഒരു എക്സാമ്പിളും കൂടെ ചേർത്തിട്ട് പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റീസെൻ്റ്ലി കുറേ ആയിട്ട് അഖിലേട്ടൻ്റെ കുറേ നാവുപിഴകൾ വരുന്നുണ്ട്. അതായത് ഉദ്ദേശിക്കുന്ന ആളുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാണ്, പക്ഷെ പറയുമ്പോൾ എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് വരുന്നതായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാനത് ആ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ വീഡിയോ ഞാൻ കണ്ടില്ല, അതിന്റെ റിയാക്ഷൻസ് ആണ് ഞാനും കണ്ടത്, ട്രോൾസ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആൾക്ക് എന്തോ പറഞ്ഞ് ഫലിപ്പിച്ചതിൽ ആ സെന്റൻസിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകളിലാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. എന്നാലുണ്ട് ആതിരടി നായര് ഇതിനും നല്ലത് അഖിലേട്ടന് 2 തെരുവ് അറിയുന്നതായിരുന്നു. ഇതിപ്പോ ആതിര ഒരു പെണ്ണായതുകൊണ്ട് തന്നെ പ്രസവത്തെ കുറിച്ച് അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അനുകൂലിക്കാനും പറ്റൂല. എന്നാൽ ഒരേ പാർട്ടി ആയതുകൊണ്ട് തന്നെ മാരാർ എതിർത്ത് പറയാനും പറ്റൂല എന്നുള്ള അവസ്ഥയായി. നൈസായിട്ട് നാക്കുപിയാന്നൊക്കെ പറഞ്ഞ് ഊക്കി വിട്ടു. ഈ ഇടയ്ക്കിടെ മാരാർക്ക് നാക്കുപിഴവ് വരാറുണ്ട് പോലും. എന്നാലും എന്നെ അഖിൽ കോട്ടാത്തരം മാരാറ് നിനക്ക് ഈ ഗതി വന്നല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ക്യൂട്ടസ് ഇട്ട് മേക്ക് നടന്നിരുന്ന പെണ്ണുങ്ങളെ വരെ നിന്നെ തൂക്കാൻ തുടങ്ങി. ഒന്ന് ഉറക്കെ പൊട്ടി കരിഞ്ഞൂടെ നിനക്ക്? ഇനിയിപ്പോ മെയ് 4 കഴിഞ്ഞാണെങ്കിൽ ഇവൻ എടുക്കാനുണ്ടാവില്ലെന്ന് ആലോചിക്കുമ്പോഴാണ്. പക്ഷെ മാരാറാണ് എന്തെങ്കിലുമൊക്കെ ന്യായീകരണവും കൊണ്ടുവരും, അത് ഉറപ്പാണ്, കണ്ട് തന്നെ അറിയാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.